ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ക്രിസ്മസിൻ്റെ മഹത്തായ സന്തോഷത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. മനുഷ്യവംശത്തെ മുഴുവൻ തൻ്റെ ഹൃദയത്തിനകത്ത് സ്നേഹം കൊണ്ട് ലാളിച്ച ഒരു ദൈവപുത്രൻ്റെ പിറവി ജന്മദിനം നാം ഇന്ന് ആഘോഷിക്കുകയാണ്. മനുഷ്യകുലത്തിൽ ലഭിച്ച ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിരുന്നു അത്. ഇതാ സകലത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശു ദൈവപുത്രൻ മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിക്കാൻ എത്തിയതിലൂടെ ദൈവം മനുഷ്യനെ തേടി വന്നു എന്ന സത്യമാണ് ക്രിസ്മസിൻ്റെ ആത്മീയ സന്ദേശം. ഈശോ നമ്മോട് ചോദിക്കുന്നത് ഒരു വലിയ വസതിയല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിലെ ചെറിയ ഒരു വാതിൽ തുറക്കാനാണ്. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശു എന്നും നമ്മുടെ ഹൃദയവാതിലിന് മുമ്പിൽ നിശബ്ദമായി നിൽക്കുന്നു. ബലപ്രയോഗമില്ലാതെ സ്നേഹത്തിലൂടെയും ക്ഷമയുടെയും നമ്മുടെ സ്വന്തമായ അതേ എന്ന മറുപടിക്കായി കാത്ത്. വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർക്കാണ് ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള ആദ്യത്തെ വാർത്ത ലഭിക്കുന്നത്. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തിയപ്പോൾ കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു എന്നതാണ് വചനം. ഈശോയെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുന്നത് ഒരു ദിവസത്തെ ആഘോഷമല്ല, അത് ഒരു വിശ്വാസ പ്രഖ്യാപനവും ജീവിത പരിവർത്തനവുമാണ്. ഈശോയെ സ്വീകരിക്കുന്ന ഹൃദയം ദൈവസാന്നിധ്യത്തിൻ്റെ വസതിയാകുന്നു. അവിടെ സമാധാനം ഭയത്തെ ജയിക്കുന്നു, സ്നേഹം വൈരാഗ്യത്തെ മാറ്റുന്നു, പ്രത്യാശ നിരാശയെ മറികടക്കുന്നു. ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമായി മാറുന്നു. നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ലോകം ദൈവസ്നേഹം അനുഭവിക്കുന്ന സാക്ഷ്യം. ശിശുവിനെ കുറിച്ച് പറയപ്പെട്ട കാര്യങ്ങൾ അവർ മറ്റുള്ളവരെ അറിയിച്ചു. പ്രകാശിതരായ ആട്ടിടയന്മാരുടെ സ്വാഭാവികമായുള്ള പ്രതികരണമാണിത്. ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഈശോയുടെ ജനനത്തിൻ്റെ സദ്വാർത്ത മറ്റുള്ളവരെ അറിയിക്കാനൊന്നും ആട്ടിടയന്മാരോട് പറയുന്നില്ല. എന്നാൽ ആട്ടിടയന്മാർ തങ്ങൾക്ക് ലഭിച്ച സദ്വാർത്ത മറ്റുള്ളവരെ അറിയിക്കുകയാണ്. പ്രകാശം ലഭിച്ച വ്യക്തിയുടെ പ്രത്യേകതയാണിത്. ഈ പിറന്നാളിൽ നമ്മുടെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും വിജയങ്ങളിലും പരാജയങ്ങളിലും കർത്താവെ, എൻ്റെ ഹൃദയം അങ്ങേക്ക് തുറന്നിരിക്കുന്നു, എന്നിൽ വസിക്കണമേ എന്ന സ്വർഗസ്ഥനായ പിതാവിൻ്റെ ക്ഷണം നമുക്ക് നൽകാം. അപ്പോൾ ഈശോ നമ്മുടെ കൂടെ മാത്രം വസിക്കുകയല്ല, നമ്മെ പുതുക്കി ലോകത്തിലേക്ക് അയക്കുന്ന ജീവിക്കുന്ന ക്രിസ്തുവായി മാറുകയും ചെയ്യും. ഹൃദയത്തിലെ പുൽക്കൂട് എന്ന ക്രിസ്മസിലേക്കുള്ള ഈ ആത്മീയ യാത്ര, ഒരുക്കയാത്ര ഭംഗിയായി നയിച്ച കളത്തൂർ പള്ളിയിലെ അൾത്താര ബാലന്മാർക്ക് ഈ മഹത്തായ ആശയം യാഥാർത്ഥ്യമാക്കിയ കൊച്ചച്ഛൻ ജോൺ ശുക്രാനിക്കൽ അച്ഛൻ, കൂടാതെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിലാസ് സാറിനും തോമസ് സാറിനും റോണി സാറിനും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ സമർപ്പണവും സഹകരണവും നമ്മുടെ ഇടവക സമൂഹത്തിന് വലിയ അനുഗ്രഹമായി മാറി. ഉണ്ണീശോയുടെ ജനനം ഓരോ കുടുംബത്തിലും സമാധാനവും സന്തോഷവും സ്നേഹവും നിറയ്ക്കട്ടെ. എല്ലാ ഹൃദയങ്ങളിലേക്കും ഈശോ കടന്നു വരട്ടെ. ഏവർക്കും പിറവിത്തിരുനാളിൻ്റെ മംഗളാശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. ഈശോ നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ബഹുമാനപ്പെട്ട സൈറസ് വേലമ്പറമ്പിലച്ചൻ.